ചലോ DC മൂവിയെക്കുറിച്ച് സംസാരിക്കാം. സ്റ്റോറി ഇങ്ങനെയാണ്. 4-5 പേരുള്ള ഒരു ചെറിയ റിബൽ ഗ്രൂപ്പുണ്ട്. ലോകേഷ് കനകരാജ് അതിലൊരു പ്രധാന റോൾ ചെയ്യുന്നു. ഒരു ദിവസം പോലീസിനു വേണ്ടി ആയുധങ്ങൾ കൊണ്ടുപോകുന്ന വാൻ ബ്രിഡ്ജിലൂടെ പോകുന്നു. ഈ ഗ്രൂപ്പ് ആ വാനെ അംബഷ് ചെയ്ത് എല്ലാ ആയുധങ്ങളും കൊള്ളയടിച്ച് ഓടിപ്പോകുന്നു. കേസ് അന്വേഷിക്കാൻ പോലീസ് അതേ ബ്രിഡ്ജിൽ തന്നെ ചെക്ക് പോസ്റ്റ് വെക്കുന്നു. ഒരു അച്ഛൻ, അമ്മ, അവരുടെ സ്കൂളിൽ പോകുന്ന മകൻ ആ ചെക്ക് പോസ്റ്റ് വഴി നടന്നു വരികയാണ്. അവർ സംസാരിക്കുന്നു. എങ്ങനെ എല്ലാ സ്വത്തും വിറ്റ് 7 ലക്ഷം രൂപ ഏർപ്പാടാക്കി മകനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കാൻ ശ്രമിക്കുന്നുവെന്ന്. ചെക്ക് പോസ്റ്റിലുള്ള പോലീസ് ഓഫീസർ ആ 7 ലക്ഷം രൂപയ്ക്ക് വേണ്ടി മാത്രം അച്ഛനെ കൊന്നു ഓടിപ്പോകുന്നു. ഈ വാർത്ത റിബൽ ഗ്രൂപ്പിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഉത്തരവാദിത്തം തോന്നുന്നു. ഒരു വിധത്തിൽ അവരും ഇതുമായി ബന്ധപ്പെട്ടവരാണ്. ഈ കുട്ടിയെ പഠിപ്പിക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്ന് തീരുമാനിക്കുന്നു. അതുകൊണ്ട് പണം തിരിച്ചെടുക്കണം. ഹീറോ പോലീസിനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നുവോ അതാണ് ബാക്കി സ്റ്റോറി. ഡയറക്ടർ അരുൺ മാധേശ്വരൻ, ഹീറോ ലോകേഷ് കനകരാജ്. ഈ 2 പേർ ചേർന്ന് സിനിമയെടുക്കുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? മറ്റ് ഡയറക്ടർമാർക്ക് ശരിയായ കഥ വേണം. പക്ഷേ ഇവർക്കൊരു കാര്യം മാത്രം തീരുമാനിച്ചാൽ മതി. ഡ്രഗ് ട്രാഫിക്കിങ്ങിനെ കുറിച്ച് സിനിമയെടുക്കണോ അതോ ഇല്ലീഗൽ ആം സ്മഗ്ലിങ്ങിനെ കുറിച്ചോ? കഥയും ഡയലോഗും ഇവർക്ക് സെക്കൻഡറിയാണ്. അവരുടെ ചരിത്രം തന്നെ ഇത് തെളിയിക്കുന്നു. അവർക്ക് എന്ത് മെറ്റീരിയലുകളാണ് വേണ്ടത്? ഡ്രഗ്സ് ആണെങ്കിൽ 10 ചാക്ക് ടാറ്റ സോൾട്ട്, ഹെറോയിൻ അല്ലെങ്കിൽ കൊക്കൈനായി കാണിക്കാൻ. ആയുധങ്ങളാണെങ്കിൽ തുരുമ്പെടുത്ത കത്തികൾ, കോടാലികൾ, സ്ക്രൂ ഡ്രൈവറുകൾ, സ്പാനറുകൾ, മിലിറ്ററിയുടെ കയ്യിലില്ലാത്ത സൂപ്പർ അഡ്വാൻസ്ഡ് ഗണ്ണുകൾ. അതോടൊപ്പം പാതി പണിത മുരടിച്ച കെട്ടിടങ്ങൾ, പഴയ അംബാസഡർ കാറുകൾ, മെറ്റഡോർ വാനുകൾ, പൊടി നിറഞ്ഞ റോഡുകൾ, 10 ദിവസമായി കുളിച്ചിട്ടില്ലാത്ത, ബ്രഷ് ചെയ്തിട്ടില്ലാത്ത 10 പേർ. അവരെ തൊട്ടാൽ പൊടി പറക്കണം. ഇവരാണ് മെയിൻ കഥാപാത്രങ്ങൾ. ഇവരെ വെച്ച് സിനിമയുണ്ടാക്കിയാൽ മതി. അരുൺ മാധേശ്വരനും ലോകേഷ് കനകരാജും തികച്ചും പരസ്പരം യോജിക്കുന്നു. ജാഡിക്ക് കൃത്യമായി പറ്റുന്ന മൂടി പോലെ. നീ ഈ സിനിമയെടുത്താലും ഇങ്ങനെ തന്നെ എടുക്കും, ഞാൻ എടുത്താലും ഇങ്ങനെ തന്നെ എടുക്കും. നീ ഹീറോ ആക്ട് ചെയ്യ്, ഞാൻ ഡയറക്റ്റ് ചെയ്യാം. അത്ര വ്യക്തമായ അണ്ടർസ്റ്റാൻഡിങ്ങോടെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. കഥ തുടങ്ങുന്നത് 7 ലക്ഷം രൂപ തിരിച്ചെടുത്ത് കുട്ടിയെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കാനുള്ള ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ അടുത്തത് എവിടേക്കാണ് പോകുന്നത്? മണിരത്നത്തിൻ്റെ സിനിമകളിലെ പോലെ ഹീറോ പെട്ടെന്ന് പ്രണയത്തിലാകുന്നു. ബാറിൽ ഒരു പെൺകുട്ടിയെ കാണുന്നു. അവളും അവനെ കാണുന്നു. നോക്കിയ ഉടൻ അവൻ്റെ ലുക്കും ഹാൻസംനെസ്സും കണ്ട് വീഴുന്നു. ഹീറോ ഈ ലവ് ട്രാക്കിൽ ബിസിയായിരിക്കുമ്പോൾ പ്ലോട്ട് ആ പെൺകുട്ടിയെ കൊന്ന് മുന്നോട്ട് പോകുന്നു. ആ ദുഃഖത്തിൽ ഹീറോ ചിന്തിക്കുന്നു, കുറഞ്ഞപക്ഷം ഈ കുട്ടിയെയെങ്കിലും പഠിപ്പിക്കാം. എന്നിട്ട് ആ ജോലിക്ക് പോകുന്നു. പക്ഷേ അടുത്തത് നേരെ റെഡ് ലൈറ്റ് ഏരിയയിലേക്ക് ചെന്നെത്തുന്നു. അവിടെ മറ്റൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. അവളും കണ്ട ഉടൻ വീഴുന്നു. ഈ പ്ലോട്ടുകൾക്കിടയിൽ ആരെങ്കിലും മുന്നിൽ വന്നാൽ വെട്ടുകയോ കുത്തുകയോ കൊല്ലുകയോ ചെയ്യുന്നു. തെറ്റായി ജൂനിയർ ആർട്ടിസ്റ്റോ ലൈറ്റ്മാനോ ക്രെയിൻ ഓപ്പറേറ്ററോ ഷൂട്ടിംഗ് സ്പോട്ടിൽ കയറിയാൽ പോലും സൗജന്യമായി വെട്ടിക്കൊല്ലും. അത്ര ലെവൽ വയലൻസ്. കണ്ടാൽ വെട്ട്. പിന്നെ വീണ്ടും അടുത്ത പെൺകുട്ടിയുടെ പിന്നാലെ പോകുന്നു. ഇപ്പോൾ പറയൂ, ഈ ആളുകളുടെ കയ്യിൽ ആ 7 ലക്ഷം രൂപ വന്നാൽ കുട്ടിയെ പഠിപ്പിക്കുമെന്ന് നിങ്ങൾ ശരിക്കും കരുതുന്നുണ്ടോ? ആ പണം പോലീസുകാരൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ കുറഞ്ഞപക്ഷം സ്വന്തം മകനെയെങ്കിലും നന്നായി പഠിപ്പിക്കുമായിരുന്നു. നമുക്ക് ഏത് കുട്ടി പഠിച്ചാലും മതി, പോലീസുകാരൻ്റെ മകൻ പഠിക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പിന് ക്യാഷ് കിട്ടിയാൽ ഒരു സ്ത്രീയിൽ നിന്ന് മറ്റൊരു സ്ത്രീയിലേക്ക് ചാടിക്കൊണ്ടിരിക്കും. എഡ്യൂക്കേഷൻ അവരുടെ പ്രയോറിറ്റിയല്ല. സിനിമയിൽ സസ്പെൻസോ ത്രില്ലർ എലമെൻറ്റോ 0. ഇടയ്ക്കിടെ ഹീറോ പോലീസിൻ്റെ കയ്യിൽപ്പെടും. പക്ഷേ പിടിക്കപ്പെടുന്നതിനേക്കാൾ രക്ഷപ്പെടുന്നത് എളുപ്പം. ഓരോ തവണയും ബുദ്ധിമുട്ടില്ലാതെ പുറത്തു വരും. പോലീസിന് അവൻ എവിടെയാണെന്ന് കൃത്യമായി എങ്ങനെ അറിയാം? ഇതിൽ യാതൊരു ലോജിക്കുമില്ല. വെറുതെ എഴുതിയതുപോലെ തോന്നും. അവൻ്റെ മേൽ GPS ട്രാക്കർ വെച്ചിട്ടുണ്ടോ? ഓരോ തവണയും കൃത്യമായ ലൊക്കേഷനിൽ എങ്ങനെ എത്തും? ഒന്നും വിശദീകരിച്ചിട്ടില്ല, വെറുതെ എഴുതി. സിനിമയുടെ അവസാനം വരെ യഥാർത്ഥ വില്ലൻ ആരാണെന്ന് പോലും അറിയില്ല. ഗ്രൂപ്പ് ചെയ്യാവുന്ന എല്ലാ ക്രൈമുകളും ചെയ്ത ശേഷം അവരെ പിടിക്കാൻ വരുന്ന പോലീസിനെയാണ് വില്ലന്മാരായി എഴുതിയിരിക്കുന്നത്. അവർ വില്ലൻ എന്ന് പറയുന്ന കഥാപാത്രം അടിസ്ഥാനപരമായി SJ സൂര്യയുടെ ഡ്യൂപ്ലിക്കേറ്റാണ്. അയാൾ നല്ലപോലെ ആക്ട് ചെയ്തിട്ടുണ്ട് താനും. മറ്റൊരു മിസ്റ്ററി. അവർ തുടർച്ചയായി ടൗൺ നെയിമുകൾ ഫ്ലാഷ് ചെയ്യുന്നത് എന്തിനാണ്? തിരുപ്പത്തൂർ, അമ്പൂർ, വാണിയമ്പാടി, ഗുഡിയത്തം. ഈ ടൗണുകളെല്ലാം എന്തിനാണ് കാണിക്കുന്നത്? ഒരു ഐഡിയയുമില്ല. ഏത് ടൗൺ കാണിച്ചാലും സ്റ്റോറി അതേപടി. ഇതെന്ത് ബക്വാസ് ഐഡിയയാണ്? അനിരുദ്ധിൻ്റെ മ്യൂസിക് ശരിക്കും നല്ലതാണ്. 3-4 ഇംഗ്ലീഷ് സോങ്ങുകളുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്യുവർ കർണാടക ക്ലാസിക്കലാണ്. തിയേറ്ററിന് പുറത്തുനിന്ന് കേട്ടാൽ നല്ല ക്ലാസിക്കൽ ഇന്ത്യൻ സിനിമ ഓടുന്നതായി തോന്നും. പക്ഷേ അകത്ത് വേറി നോക്കിയാൽ അതേ മ്യൂസിക്കിൽ 30 മുതൽ 35 വരെ പേരെ വെട്ടുകയും കുത്തുകയും കൊല്ലുകയും ചെയ്യുന്നു. കർണാടക ക്ലാസിക്കൽ മ്യൂസിക് ഓടുമ്പോൾ സ്ക്രീനിൽ മാസ് മേർഡർ നടക്കുന്നു. മ്യൂസിക് സ്വയം നിലനിൽക്കുന്നു. സീനുമായി പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ അത് നിങ്ങൾ കണ്ട് തീരുമാനിക്കണം. ലോകേഷ് കനകരാജ് എങ്ങനെ ആക്ട് ചെയ്തുവെന്ന് ആളുകൾ ചോദിക്കുന്നു. ആക്ടിംഗ് എവിടെയാണ്?
മുഖം മുഴുവൻ മുടിയും താടിയും കൊണ്ട് മൂടിയിരിക്കുന്നു. ഓരോ തവണയും വരുമ്പോൾ കുറ്റിക്കാട്ടിൽ നിന്ന് ഞെട്ടി നോക്കുന്നത് പോലെ തോന്നും. പിന്നെ കുടിക്കും, സിഗരറ്റ് വലിക്കും, അല്ലെങ്കിൽ ആരെയെങ്കിലും വെട്ടുകയോ കുത്തുകയോ ചെയ്യും. ഇതിൽ പെർഫോമൻസ് എവിടെയാണ്? ഷോട്ടുകൾ ഇങ്ങനെയാണെങ്കിൽ ഞാൻ അയാളുടെ പെർഫോമൻസ് എങ്ങനെ ജഡ്ജ് ചെയ്യും? അടുത്ത ചോദ്യം. അടുത്ത സിനിമയിൽ ആക്ട് ചെയ്യുമോ ഇല്ലയോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഇപ്പോൾ DC സിനിമ വന്നു. അടുത്ത വർഷം സീക്വൽ വരുമെന്നും ടൈറ്റിൽ മാർവൽ ആയിരിക്കുമെന്നും പറയുന്നു. ആർക്കറിയാം? ജെൻസെറ്റ് കിഡ്സിന് ഇത്തരം സിനിമകൾ വളരെ ഇഷ്ടമാണെന്നും അതുകൊണ്ടാണ് ഇവ എടുക്കുന്നതെന്നും പറയുന്നു. ഇവരിപ്പോൾ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ജെൻസെറ്റ് കിഡ്സ് പൂർണ്ണ മൂഢന്മാരാണെന്ന്. നിങ്ങളും മൂഢനായ ജെൻസെറ്റ് ആണെങ്കിൽ ഈ സിനിമ മിസ് ചെയ്യരുത്. അത്രയേ ഉള്ളൂ ഈ മൂവിയെക്കുറിച്ച്. മറ്റൊരു റിവ്യൂ വീഡിയോയിൽ ഉടൻ കാണാം. ഗുഡ് ബൈ.